എൻ്റെ മോൻ ജയിലിൽ കിടക്കരുത്, അവൻ്റെ ഭാവിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് മാത്രമല്ല എൻ്റെ മോനും പിള്ളേരും കൂടെ ചേർന്നിട്ട് ജസ്റ്റ് ഒന്ന് വികൃതി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ജയിലിലിടേണ്ട ആവശ്യമുണ്ടോ? വികൃതി എന്ന് പറയുന്നത് റേപ്പിനെയാണ് ഈ വികൃതി എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ വൈജയന്തിക്ക് കണക്കിന്, അതായത് വയറ് നിറയാണ് സ്വന്തം ആങ്ങളമാർ കൊടുത്തത്. അവസാനം വൈജയന്തിക്കെതിരെ തന്നെ തിരിഞ്ഞു. കാര്യം അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് സ്വന്തം മക്കൾ കാണിച്ച് വെച്ചേക്കുന്നത്. അതെ, ചില്ലറ കാര്യമൊന്നുമല്ല, കുട്ടിക്കളിയൊന്നുമല്ല. എന്നിട്ടും അതിനെ വളരെ നിസ്സാരവത്കരിച്ച് റേപ്പ് പോലത്തെ വലിയ കാര്യത്തിനെ ഈ രണ്ട് അമ്മമാരും ഒട്ടുമേ ചെറിയ കാര്യം പോലെ ആക്കുകയും പിന്നെയും അലീനയുടെ തലയിൽ കൊണ്ട് കുറ്റമിടാൻ നിൽക്കുകയാണ് ആര്? വൈജയന്തി. അപ്പോൾ അലീന അവളാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ നിനക്ക് മതിയായില്ലേ എന്ന് രാജീവൻ ചോദിക്കുകയും പിന്നെ നീ വികൃതി എന്ന് പറഞ്ഞ എന്തോന്നാണ്? അപ്പോൾ ഇതാണോ നീ വികൃതി? റേപ്പാണോ നീ വികൃതി എന്ന് പറയുന്നത്? അത് മാത്രമല്ല, നീ അപ്പോൾ വികൃതി കാണിച്ചതോ ആഗ്രയിൽ 23 കൊല്ലം മുന്നേ, അതും വികൃതി തന്നെ ആയിരുന്നോ? അപ്പോൾ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് പറഞ്ഞായിരുന്നു, അതായത് പറ്റുമെങ്കിൽ നിനക്ക് അലീനയോട് നീ പറയണം. അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസിന് എങ്ങനെയെങ്കിലും നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താം. പിന്നെ എൻ്റെ അവളെ കാല് പിടിച്ചിട്ട് എൻ്റെ മോൻ രക്ഷപ്പെടണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മഴ തോരും മുൻപേ, അതെ മഴ തോരും മുൻപേയാണ് എല്ലാ സീരിയലുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ സീരിയൽ എന്ന് പറയുന്നത് മഴതോരും മുൻപേ സീരിയലാണ്. കുറേ കാറ്റത്തെ കിളി കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ്, മഴതോരും മുൻപേ ഇഷ്ടമാണ്, പവിത്രം ഇഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ കുറേ സീരിയലിൻ്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ ചെമ്പനീർ പൂവിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈ പുഴയും കടന്നു. പിന്നെ കുറേ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാറ്റത്തെ കിളിക്കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കാര്യം ഓവർ നന്മമരം ഒന്നും അല്ല, റിലാക്സ് ആയിരുന്ന് കാണാം. പക്ഷെ മഴതോരും മുൻപേൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായ ഇപ്പോൾ സ്ട്രെസ്സാണ്, ഭയങ്കര പീഡനം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോക്സിസിറ്റി ആണ്. അപ്പം എൻ്റെ അടുത്ത് മഴതോരും മുൻപേലെ ഒരു ജോയ്സിയുടെ നോവലാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ട് ചേച്ചി സീരിയൽ വേണ്ട, നിങ്ങൾ സീരിയലും വേണ്ട, റിവ്യൂവും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡ്സ് കഴിയും തോറും അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കാനും വേണ്ടിയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അങ്ങനെ നമുക്ക് മഴ തോരും മുൻപേലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് 229ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് മൊഴിയെടുക്കലും അതുമൊക്കെയാണ് നടന്നത്, പിള്ളേരെ കൊണ്ടുപോയിട്ട്. അപ്പോൾ രോഹിത്തിനൊക്കെ ചില കുറ്റബോധമൊന്നും ഇല്ല, അതിൽ ചില പിള്ളേർക്ക് ഇച്ചിരി ഒരു കുറ്റബോധം ഉണ്ട്, പിന്നെ കുറച്ച് പേടിയുണ്ട്. കാര്യം വിചാരിച്ചില്ല ഇമ്മാതിരി നടക്കുമെന്ന്. ഇത്രയും റേപ്പ് പോലത്തെ സംഭവങ്ങളും ഇത്രയും തെറ്റിതിട്ടും അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയാതെ ചെയ്തത് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു ചെറിയ കാര്യമാണെന്നുള്ളത്. അങ്ങനെ ലോക്കപ്പിൽ പോയി കാണാൻ പോവുകയാണ് നമ്മുടെ ശിവേട്ടനും രാജീവേട്ടനും എല്ലാം രണ്ടുപേരും കൂടി പോവുകയാണ്. കാര്യം ഇവർ രണ്ടുപേരേ ഉള്ളൂ. ബാലേന്ദ്രൻ കിടപ്പിലാണ്, ഇപ്പുറത്ത് വൈജയന്തി കിടപ്പിലാണ്, മനു ഇല്ല, ഞാൻ ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം ആകെ നാണം കെട്ട പരിപാടിയാണ്, നാട്ടുകാർ വല്ലതും എന്നെ എടുത്തിട്ട് അടിക്കും എന്നാണ് മനു പറയുന്നത്. അങ്ങനെ മനു ഒഴിഞ്ഞു മാറി. ഈ രണ്ടുപേരേ ഉള്ളൂ. അങ്ങനെ പോലീസിലെ സ്റ്റേഷനിൽ പോയിട്ട് ലോക്കപ്പിൽ പോയിട്ട് പിള്ളേരെയും കണ്ട് എങ്ങനെയെങ്കിലും പിള്ളേരെ അതൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി എസ് ഐനെ കണ്ടു. എസ് ഐനെ കണ്ടിട്ട് എസ് ഐ പറഞ്ഞ് ഗൾഫിൽ കിടന്ന് നിങ്ങളൊക്കെ പണിയെടുത്ത് കൊണ്ടുവരുന്നത് വീട്ടിൽ ഇങ്ങാതിരി പരിപാടിയാണ് നടക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാറേ എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസ് അതിൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ റേപ്പ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോറൻസിക് തെളിവുകളുണ്ട്, ലാബ് റിപ്പോർട്ട് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട്, അതുകൊണ്ട് പെട്ടു. പിന്നെ പെൺകുട്ടി എങ്ങാനും മൊഴി മാറ്റി പറഞ്ഞാൽ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ കുട്ടികളുടെ ഭാവി അപ്പം നോക്കണമായിരുന്നു. അപ്പം ഒന്നും നടക്കാൻ പോകില്ലെന്ന് തന്നെ എസ് ഐ പറഞ്ഞു. പിന്നെ CI കാണാൻ പോയി പറഞ്ഞു, കോടതിയിൽ എന്തായാലും ഹാജരാക്കേണ്ടി വരും. അപ്പം രാജീവ് ചോദിക്കുകയാണ്, അടിയെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തുകൂടെ പിള്ളേർക്ക്? നമ്മളിവിടെ കൊടുക്കാനുള്ള അടിയെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാക്കി ജയിലിൽ പോയിട്ടായിരിക്കും ബാക്കി അടി കിട്ടാൻ പോണത്. ഓക്കെ, എന്തായിരുന്നാലും അപ്പോൾ എസ് ഐ പറയാണ്. അത് കഴിഞ്ഞ് CIനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ CI അറിയാലോ, നമ്മുടെ ഗോപാലകൃഷ്ണൻ CI ആണ് CI. അപ്പോൾ രാജീവ് അകത്ത് കയറി ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്, പുറത്തിറക്കാൻ. അപ്പോൾ CI ഒന്നും പറ്റത്തില്ല, പിന്നെ കുട്ടികൾ ആദ്യമായിട്ട് ചെയ്ത തെറ്റാണ് എന്ന് ഇവർ പറയുന്നത്. ആദ്യമായിട്ട് ചെയ്ത തെറ്റോ? അപ്പം അവിടെ ബാലേന്ദ്രൻ്റെ വീട്ടിലെ സർവൻറ്റിനെ ഉപദ്രവിക്കാൻ പോയതോ? അതപ്പം ഇവന്മാർ ആദ്യമായിട്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ,
അപ്പം മകനായി പോയില്ലേ സാറേ, അപ്പം പിന്നെ എന്ത് ചെയ്യാനാ എന്ന് രാജീവും ശിവേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ CI തെറ്റി, മകനായി പോയെന്നൊന്നുമല്ല, വീട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള ശാസനയും ശിക്ഷയും കിട്ടാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്തായാലും ജാമ്യം കിട്ടാൻ പോണില്ല, പിന്നെ 30 ദിവസം കിടക്കേണ്ടി വരും, സബ് ജയിലിലേക്ക് മാറ്റും, ശിക്ഷ ഉറപ്പാണ്. നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക, ശിക്ഷ വല്ലതും കുറഞ്ഞു കിട്ടിയാൽ വലിയ കാര്യമായി. ഓക്കെ, മക്കളെ ഒന്ന് കണ്ടോട്ടെ, പോയി കണ്ടോ, പിന്നെ ഇനി കാണാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മക്കളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ലോക്കപ്പിൽ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ തല കുനിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ നീ ഒന്ന് മുഖത്തേക്ക് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ SI അവിടെ നിൽക്കുന്നത്, SI പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നികൃഷ്ടരായ ആൾക്കാരാണ് ഇവന്മാർ. കാര്യം വേറെ ഏത് കള്ളത്തരം ചെയ്തോ കൊലക്കുറ്റം ചെയ്താലും നമുക്കൊരു പരിഗണന കൊടുക്കും, പക്ഷേ റേപ്പ് ചെയ്ത ഒരു തരത്തിലുള്ള പരിഗണനയും നമ്മൾ കൊടുക്കാൻ പോകില്ലെന്നാണ് SI പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കേട്ട് ഈ ശിവേട്ടനും രാജീവേട്ടനും ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യുക, എന്തായിപ്പോയി എന്നുള്ള രീതിയിൽ. അങ്ങനെ അത്ര ക്രൂരന്മാരാണ് ഈ റേപ്പ് ചെയ്ത ആൾക്കാർ. ഓക്കെ, അപ്പോഴത്തേക്കും ജനിപ്പിച്ച് പോയില്ലേ, എന്ത് ചെയ്യാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മക്കളെ കാണാൻ വേണ്ടി പോയിടാ. മുഖത്തേക്ക് നോക്കടാ, രാജീവ് പറയാണ്. ജാമ്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ രാജീവ് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ജാമ്യം നമ്മൾ നോക്കുന്നുണ്ട്, കിട്ടാനൊന്നും പോണില്ല കേട്ടോ, സമയം മോശമാണ്, ജയിലിൽ കിടക്കാനേ പറ്റുള്ളൂ, അത് വേറെ ലക്ഷ്യമില്ല. അപ്പം ശിവേട്ടൻ നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും, നിങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്. ആകെ നാണക്കേടായി, കുടുംബം തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്, അവിടെ 2 പേര് കിടക്കുന്നുണ്ട്, ഒരു അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പം ഈ പിള്ളേർക്ക് ഡയലോഗൊന്നുമില്ല, അവന്മാർ തലയിൽ ഇങ്ങനെ കുനിച്ച് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ വൈജയന്തി ഇങ്ങനെ കിടക്കുകയാണ്, അവിടെ കിടന്നിട്ട് ഒരു വ്യത്യാസമില്ല കേട്ടോ, ഒരു വ്യത്യാസമില്ല. അപ്പം വൈജയന്തി കരയാണ്, ഏട്ടാ നിങ്ങൾ വന്നില്ലേ എല്ലാവരും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്ന് ഞാൻ ഈ അനുഭവിക്കുന്നത്. അപ്പം രാജീവ് ബെസ്റ്റ്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ ഇപ്പം അനുഭവിക്കുന്നത്. എന്ത് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണം, അപ്പം നിങ്ങൾ എന്നെ വഴക്ക് പറയാൻ വേണ്ടി വന്നതാണോ വൈജയന്തി? അല്ല, നിന്റെ വർത്താനം കേട്ട രാജീവാണ് വയറ് നിറച്ച് കൊടുത്തത് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ല, നിന്റെ വർത്താനം കേട്ടാത്തൊന്നും നിന്റെ നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കുന്നു. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അപ്പോൾ വൈജയന്തി എന്നോടെന്തോ വിരോധം പോലെയാണല്ലോ സംസാരിക്കുന്നതും. ഇപ്പോൾ രാജീവ്, നീ വരുത്തി വെച്ചതല്ലേ, ഈ ആക്സിഡൻറ്റ് നീ വരുത്തി വെച്ചതാണ്, രോഹിത്തും ഇത് വരുത്തി വെച്ചതാണ്. വൈജയന്തി, എന്നെ കുറ്റം പറയാനാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇപ്പോൾ രാജീവ്, നീ ചെയ്ത തെറ്റ് നീ മനസ്സിലാക്കണം, ഇതുവരെ നിന്റെ മോൻ ചെയ്ത തെറ്റും അത് നീ മനസ്സിലാക്കുന്നില്ല, നീ മനസ്സിലാക്കുന്നില്ല. നിന്റെ കമല എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവൾ സമ്മതിച്ചു തരുന്നില്ല. നിങ്ങൾ സത്യം പറഞ്ഞ 2 സ്ത്രീകളാണ് ഈ കുടുംബത്തിൻ്റെ ഒരു നാശത്തിൻ്റെ പിന്നിലുള്ളത്, അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ ഒന്ന് ശരിയായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. സോ അപ്പം നിങ്ങൾ 2 പെണ്ണുങ്ങളുമാണ് ഈ കുറ്റങ്ങളെ, നിങ്ങളുടെ മക്കൾ ചെയ്ത ഇത്രയും വലിയ കുറ്റത്തിനെ ഇത്ര ചെറുതാക്കി കാണുന്നത്. അപ്പോൾ വൈജയന്തി, എല്ലാത്തിൻ്റെ ആണിക്കല്ല അവളാണ്, അലീന. എന്തെടുത്താലും ഇവർക്ക് അലീന എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പറയാൻ. അപ്പോൾ രാജീവ് കറക്റ്റ്, പിന്നെ എപ്പോഴും എന്തെടുത്താലും ഉളുപ്പില്ലാതെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വൈജയന്തി, രോഹിത് മോനെ ജയിലിൽ കയറ്റണോ, അവൻ്റെ ഒരു ഭാവി ഉള്ളതല്ലേ, അപ്പോഴാണ് ഈ ലൈൻ പറയുന്നത്. പിള്ളേർ കൂട്ടുകൂടി എന്തൊക്കെയോ ചെറിയ ചെറിയ വികൃതി കാണിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ രാജീവ്, ഇതാണല്ലേ വികൃതി, റേപ്പ്. 23 കൊല്ലം മുന്നേ നീ ആഗ്രയിൽ ചേർന്നതും വികൃതി ആയിരിക്കും അല്ലേ? അപ്പോൾ അലീനയോട് ഇത് തന്നെയല്ലേ അവർ ചെയ്തത്. ആ പെൺകുട്ടി കംപ്ലൈൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഒന്നും വരാത്തത്. പലതവണ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അലീനയോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കംപ്ലൈൻറ്റ് ഉണ്ടോ. പക്ഷേ അവൾ നമ്മുടെ പേരും നമ്മുടെ കുടുംബത്തിൻ്റെ പേരും ഇതാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾ പിന്നെ അലീന പലതവണ ഇവന്മാരെ ഉപദേശിച്ചിട്ടുണ്ട്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കെന്നും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ പോയി അവസാനിക്കുള്ളൂ എന്ന് നമ്മുടെ പയ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അലീന. അപ്പോൾ വൈജയന്തി, എന്തെങ്കിലും കിട്ടാങ്ങ, അവളുടെ കരിനാക്കാണ്, അവൾ പറഞ്ഞതുപോലെ നടന്നില്ലേ, എൻ്റെ മോൻ ജയിലിലായില്ലേ. ഇപ്പം എൻ്റെ ദൈവമേ. അപ്പം രാജീവ്, നിനക്ക് എപ്പോഴും ഇത് തന്നെയാണ്, അവളോട് കാണിച്ച ക്രൂരതയും അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളോട് നിങ്ങൾ കാണിച്ച ഈ ക്രൂരത, അലീനയോട് നീ കാണിച്ച ക്രൂരതയ്ക്ക് ഫലമാണ് നീ ഇപ്പം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കർമ്മഫലമാണ് നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈജയന്തി, എൻ്റെ മകൻ ജയിലിൽ കയറുമ്പോൾ ഏട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ പറയണം, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അപ്പോൾ വൈജയന്തി, രോഹിത്തിനെയും കൂടെ ഇറക്കണേ ജയിലിൽ നിന്ന്, ഞാൻ ശിവേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ, ഒന്നും നടക്കാൻ പോണില്ല, സബ് ജയിലിലേക്ക് മാറ്റും, പൈസ നന്നായിട്ട് കയ്യിൽ നിന്ന് പൊട്ടും, ദുഷ്പേര് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം നീ ചെയ്യണം, നിനക്ക് പറ്റുമെങ്കിൽ നീ അലീനയോടൊന്ന് സംസാരിക്കണം, ചിലപ്പോൾ അവൾക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ വൈജയന്തി, അവൾ രക്ഷപ്പെടുത്തി എൻ്റെ മോൻ അങ്ങനെ പുറത്തിറങ്ങണ്ട. അപ്പോൾ ശിവേട്ടൻ, ഒരു തവണ രക്ഷപ്പെടുത്തിയത് അവളാണ്, മനസ്സിലായോ? അപ്പോൾ ഒരു രാജീവ്, കഴിഞ്ഞ രാത്രി പോലീസ് പിടിച്ചുകൊണ്ടിട്ട് അവൾ വാക്ക് പറഞ്ഞു. അപ്പോൾ വൈജയന്തി, എന്തിന്
അപ്പം നമ്മൾ അപ്പം എന്നിട്ട് പറയണം, നിൻ്റെ അടുത്ത് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ അപ്പുറത്ത് ബാലേന്ദ്രനെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് ശിവേട്ടൻ്റെ രാജീവ് ഇറങ്ങുകയാണേ. അപ്പോൾ വൈജയന്തി എന്തിനാ അങ്ങേരെ കാണാൻ പോകണം, അങ്ങേരെ അവിടെ നെഞ്ചുവേദന അഭിനയിച്ച് കിടക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല, അങ്ങേരെ കൊണ്ടുപോകുന്നു, അങ്ങേർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല, അങ്ങേർക്ക് മോൻ ജയിലിലാവണതിന് ഒരു വിഷമവുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ തിരിച്ചൊന്നും പറയാതെ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ബാലേന്ദ്രനെ കാണും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാം അറിഞ്ഞല്ലോ, എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് ശിവേട്ടൻ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എന്താ ചെയ്യേണ്ടെന്നും അറിയത്തില്ല. അപ്പോൾ ബാലേന്ദ്രൻ രാഷ്ട്രീയക്കാരെ പിടിക്കണം, കൂടിയ ലെവലിലുള്ള ആളെ വേണം പിടിക്കാൻ, മിനിസ്റ്റർ ലെവലിലുള്ള ആളെ പിടിക്കണം, അല്ലെങ്കിൽ പോലീസിലാരെങ്കിലും അറിയുള്ള ഒരാൾ വേണം. അപ്പോൾ രാജീവ് പറയണം, ഒന്നും ഒരാളെ നമുക്കറിയില്ല, കമലയുടെ ഏതോ ഒരു അമ്മാവനുണ്ട്, അവർ പക്ഷെ ഭരണപക്ഷത്തിരിക്കുന്ന മിനിസ്റ്ററൊന്നും അല്ല, പിന്നെ അപ്പം എല്ലാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ബാലേട്ട, എന്ത് ചെയ്യണം. അപ്പം എന്തായിരുന്നാലും അപ്പോൾ ശിവേട്ടൻ പറയാണ്, എല്ലാ കേസിലും ചില ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ, അങ്ങനെ രക്ഷപ്പെടാമല്ലോ. അപ്പോൾ ബാലേട്ടൻ പറയുന്നത്, ഈ റേപ്പിൻ്റെ കേസിൽ ലൂപ്പ് ഹോൾസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ വിക്ടിം എന്താണോ പറയുന്നത് അതാണ് അവർ കോടതി കേൾക്കുള്ളൂ. അപ്പോൾ എന്തായാലും സാഹചര്യ തെളിവുകൾ നോക്കുമല്ലോ എന്ന് ശിവേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ രാജീവ്, തെളിവെല്ലാം നമുക്കെതിരല്ലേ, ലാബ് റിപ്പോർട്ട്, വീട് കൊണ്ടു കാണിച്ചു, അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട്, എല്ലാ കാര്യത്തിലും റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ ഏട്ടൻ, എനിക്ക് ആരുമില്ല സഹായം പറയാനൊന്നും, പിന്നെ ഞാനൊട്ടും ഈ ഒരു കേസിന് ഞാൻ ആരുടെ ഹെൽപ്പ് നോക്കാനും പോകത്തില്ല, എനിക്ക് പറ്റില്ല എന്ന് ബാലേട്ടൻ തീർത്തും കൈയൊഴിയാണ്, സ്വന്തം മോനായിട്ട് കൂടി കൈയൊഴിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു ശിക്ഷ അർഹിക്കുന്നു അല്ലേ. അപ്പം എല്ലാത്തിനുമുള്ള സമയം രാജീവേട്ടൻ പറയണേ, എല്ലാത്തിനുള്ള സമയം കഴിഞ്ഞ് അന്ന് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് 10-50 ലക്ഷം രൂപ കൊടുത്ത് ഇതങ്ങ് ഒതുക്കി തീർക്കാൻ പറ്റുന്നത്. പക്ഷേ ആ മണ്ടന്മാർ കാര്യവും കഴിഞ്ഞ് ഇത് ചെയ്തിട്ട് അവിടെ വെറുതെ സമയം കളഞ്ഞു, കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഈ കുറ്റകൃത്യം ചെയ്ത ഇവന്മാരെ ഇതാക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ പെണ്ണാണെങ്കിൽ അങ്ങനെ പറ. അപ്പോൾ രാജീവ് ഇനി ഒന്നും നടക്കാൻ പോകണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ മൊഴി മാറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ ജയിലിൽ കയറ്റാതിരിക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ബാലേട്ടൻ നടക്കത്തില്ല, ജയിലിൽ കയറിയേ പറ്റുള്ളൂ, ജയിലിൽ കിടക്കട്ടെ, കോളേജിലെന്ന് പറഞ്ഞ് അവന്മാരെ അയച്ചത്, അവന്മാരുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് റേപ്പാണോ അവന്മാരുടെ ഹോബി? അപ്പോൾ ശിവേട്ടൻ നമ്മുടെ മക്കളല്ലേ ബാലേട്ട, അപ്പം നല്ല അമ്മമാർ വളർത്തണം, എന്നാലേ നല്ല മക്കൾ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഒരു വിഷമുണ്ടെന്ന്, കൊലപ്പള്ളിയിലൊരു വിഷമുണ്ട് കമല, ഇവിടെ ഒരു വിഷമുണ്ട് വൈജയന്തി, രണ്ടും കണക്കാണ്, ഇവരല്ലേ വളർത്തിയത്, അപ്പോൾ ഇങ്ങനെ ആവുള്ളൂ എന്നും പറഞ്ഞാണ് എപ്പിസോഡ് നിൽക്കുന്നത്. നാളത്തെ കാണിക്കുന്നത് പ്രതികളെ സബ് ജയിലിലേക്ക് മാറ്റുകയും മീഡിയക്കാരും പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാം വന്നിട്ട് ഇവരെ അടിക്കാനും ഇടിക്കാനും ഒക്കെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. വൈജയന്തിക്ക് വയറ് നിറച്ച് കിട്ടി. മാത്രമല്ല വൈജയന്തി ഇനി അലീനയുടെ അടുത്ത് പോയി സംസാരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും മയത്തിലല്ല, ഒന്ന് ദേഷ്യത്തിൽ തന്നെ അലീനയോട് പറയുകയായിരിക്കും. കാര്യം മോൻ്റെ കാര്യമല്ലേ, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒന്ന് പറയും, നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കും, എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയും ആയിരിക്കും. മറ്റേ തമിഴ് സീരിയൽ ഇത് നോവലല്ലേ, തമിഴ് സീരിയലിൻ്റെ റീമേക്കൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാലേന്ദ്രൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മനു ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മിക്കവാറും പിള്ളേർ ജയിലിൽ പോവും, എനിക്കതാ തോന്നുന്നത്, അതാണ് തോന്നുന്നത്. എന്തായാലും കാര്യം ഇങ്ങനെയാണ് കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.